ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പം ഞാനിന്ന് പുറത്ത് പോകുന്ന ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. ഇന്ന് മഴയാണ്, അപ്പം പറ്റുന്ന പോലെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഏകദേശം ഉച്ച സമയം ആയിട്ടുണ്ടായിരുന്നേ ഞാൻ ഇറങ്ങിയപ്പോൾ. എന്നാലും നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത്. കണ്ടില്ലേ, മുറ്റത്തും റോഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ഇന്ന് മഴയുള്ളൊരു ദിവസം പുറത്ത് പോകുന്നൊരു വീഡിയോ ആയാലോ. ഇതാണ് വ്ളോഗ് എടുക്കുന്നത്. അതിൻ്റെതായ പരിമിതികളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. അങ്ങനെ മഴയത്ത് കുടയൊക്കെ പിടിച്ച് നടന്നു വരുവാണ്. പക്ഷെ റോഡിൽ ഫുള്ളും ചെള്ളയാണ്, കാല് മൊത്തം അഴുക്കായി. അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ് പുറകിൽ റോഡിലെ വെള്ളം എത്രയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ. അപ്പോൾ നമ്മുടെ റോഡിൽ അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പം ഇത് അവിടുത്തെ കനാലാണ്. വെള്ളമൊന്നും കനാലിൽ അങ്ങനെ ഇല്ല, മഴവെള്ളം കുറച്ച് കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ റോഡ് സൈഡിൽ ഒരു പട്ടിക്കുഞ്ഞ് നനഞ്ഞ് വിറച്ച് നിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ അത് എങ്ങോട്ടോ ഓടിപ്പോയി. അങ്ങനെ ഞാൻ ജംഗ്ഷനിലെത്തി. വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്ററിൽ കൂടുതലുണ്ട് ഇങ്ങോട്ട് നടക്കാനായിട്ട്. ഇത് ITBP ക്യാമ്പാണ്, അതായത് പട്ടാളക്കാരുടെ ഒരു ക്യാമ്പാണ്. ഇതാണ് ITBP ജംഗ്ഷൻ, അഥവാ ചുടലമുക്ക് എന്നൊക്കെ പറയും. അവിടെ കുറച്ച് നേരം നിന്നിട്ടാണ് എനിക്ക് ബസ് കിട്ടിയത്, ഹരിശ്രീ ബസ്. അങ്ങനെ അടൂരോട്ട് ഞാൻ പോവാണ്. ബസ്സിലിരുന്ന് വീഡിയോ എടുക്കാൻ അത്യാവശ്യം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നൈസായിട്ട് ആരും കാണാതെ അങ്ങ് എടുത്തു, പാട്ടൊക്കെ കേട്ട്. അങ്ങനെ അടൂരെത്തി പെട്ടെന്ന് തന്നെ. നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു. ഇതാണ് കിച്ചു. കിച്ചു ആണ് എനിക്ക്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ കുറിച്ച് എന്താ കിച്ചു പറയാനുള്ളത്? എന്താ പറയാൻ, തുടങ്ങേണ്ട സമയത്ത് തുടങ്ങുക, പിന്നെ പിന്നീട് എന്തുവാ അയ്യോ തുടങ്ങിയില്ലെന്ന് പറഞ്ഞ് നഷ്ടമടിക്കാതിരിക്കുക. അതെ അതെ, എനിക്ക് ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്യാൻ ഭയങ്കര നാണക്കേടായിരുന്നേ. അപ്പം ഫുൾ കറേജ് ആൻഡ് സപ്പോർട്ട് തന്നത് കിച്ചു ആണ്. ഇങ്ങോട്ട് നോക്കൂ, എന്നെക്കാട്ടി നാണമാന്ന് തോന്നുന്നു ഇപ്പൊ വീഡിയോ നോക്കുന്നു. ഇങ്ങോട്ട് നോക്കില്ല. ഇന്നത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? മഴ പിടിച്ച ഈ സമയമൊക്കെ എന്താണ്? നല്ല ആശ്വാസം. എന്തോ ചെയ്യാനാ, ഭയങ്കര ചൂടായിരുന്നിട്ട്. സത്യം, നമ്മൾ 1-2 മാസം മുന്നേ വരെ ചൂടെടുത്തിട്ട് വിയർത്ത് ഒരു പരിവായി. അതാണ്ട് മാംഗോ ഷേക്ക് ഒക്കെ വാങ്ങിച്ചോണ്ടാണ് വന്നേക്കുന്നത്. എവിടെ ഇതിന് ഇച്ചിരി കോൾഡ് ആയിട്ടുള്ള സാധനമാണ്, നല്ല ടേസ്റ്റാ. 80 രൂപയല്ലേ? 80 രൂപയുണ്ടോ? പക്ഷെ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ നേരത്തെ ഒരു ഇത് കുടിച്ചിട്ടുണ്ട്. ഇനി ഇത് എവിടെയും കാണുവാണെങ്കിൽ എല്ലാവരും വാങ്ങിച്ചു കുടിക്കണം. അത്യാവശ്യം മഴയുണ്ട്, റോഡെല്ലാം ആളുകുളുത്ത് കിടക്കുവാണ്. ഡ്യൂട്ടി കിടക്കുമെന്നാണ് കിച്ചു വന്നേക്കുന്നത്. വേറൊന്നിനല്ല, നമ്മുടെ എൻഗേജ്മെന്റ് ആൽബം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് തിരുവനന്തപുരത്ത് നിന്ന് അവൻ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പം അത് വാങ്ങിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പം നമ്മളിപ്പോൾ T&T എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ കഴിക്കാനായിട്ട് പോവാണ്. റീസെൻ്റ്ലി ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ പുള്ളിയുടെ കാത് കുത്തിയത്. അപ്പം അതിൻ്റെ കമ്മലൊക്കെ ഇച്ചിരി കൂടെ വലുതാക്കി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. അങ്ങനെ നമ്മൾ T&T ഷോപ്പിലെത്തി. അതാണ് അതിൻ്റെ വിഷ്വൽസാണ് കാണുന്നത്. എല്ലായിടവും ഉണ്ടല്ലോ T&Tയുടെ ബ്രാഞ്ച്. പിന്നെ അടൂർ T&Tയിലാണ് നമ്മൾ കഴിക്കാൻ വന്നത്. അപ്പം അവിടെ നേരത്തെ വന്ന വിശേഷവും കാറ് പാർക്ക് ചെയ്ത സ്ഥലമൊക്കെയാണ് കിച്ചു കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അകത്ത് കയറി. T&Tയിൽ ഫ്രണ്ടിലൊരു ഓപ്പൺ സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ ആദ്യം പോയി നമ്മൾ ഇരുന്നു. അപ്പോൾ അവർ വന്നിട്ട് നമ്മളോട് പറഞ്ഞു അകത്ത് കുറേ സ്ഥലമുണ്ട്, അവിടെ പോയി ഇരുന്നു, അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ എണ്ണിറ്റ് പുള്ളിക്കാരൻ നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ അങ്ങോട്ട് അകത്തേക്ക് പോയി. നമ്മൾ ആ കാണുന്ന സീറ്റിലാണ് ഇരുന്നത്. ചെന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേനും ഏകദേശം അവിടുത്തെ കുറേ സീറ്റൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ആൾ നമ്മുടെ അടുത്ത് ഓർഡർ എടുക്കാനൊക്കെ ആയിട്ട് വന്നു. ഗൈസ്, ഇവിടുത്തെ വെള്ളത്തിലൊക്കെ പുതനയിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നു. എന്താ വെച്ചു നമ്മൾ കഴിക്കാൻ പോന്നെ? ഷവർമ. ക്യാമറ നോക്കി പറ. നമുക്ക് ശീലമില്ലല്ലോ ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിച്ചൊക്കെ. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഷവർമയാണ് ഞാൻ കഴിക്കുന്നതെങ്കിൽ പറഞ്ഞെങ്കിലും അവിടെ ചോദിച്ചപ്പോൾ ഷവർമ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഷവായി തന്നെയാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ വർക്കാണ് ഈ കടയിലൊക്കെ കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് വന്നുകൊണ്ടാണ്. പിന്നെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ ചരിച്ച് വെച്ച് വീഡിയോ എടുക്കുമ്പം ക്യാമറയിലോട്ട് ഞാൻ നോക്കാറില്ല, എപ്പോഴും ഞാൻ എൻ്റെ ഫേസിലോട്ട് തന്നെയാണ് നോക്കുന്നത്. ഫുഡ് വന്നു ഗൈസ്, ഫുഡ് സെർവ് ചെയ്തൊക്കെ തരുമ്പിച്ചു. ഇവിടുത്തെ പാത്രമൊക്കെ നല്ല എസ്തെറ്റിക് സെൻസ് ഉള്ള പാത്രം. വെച്ചോ വീഡിയോ എടുത്തോണ്ടിരിക്കുമോ? നമ്മൾ ഷവായി വേണ്ട.
ആ ചോദ്യം കേട്ടില്ലേ, ചെസ്റ്റ് പീസ് ഞാൻ പൊതുവേ അങ്ങനെ പെട്ടെന്ന് കഴിക്കത്തില്ല, കുറച്ചും കൂടെ സമയമെടുക്കും കൂടുതൽ കഴിക്കാൻ. എനിക്കല്ലാത്ത പീസാണ് ഇഷ്ടം. ഇതെന്തോ ഒരു റൈസാണ്, സൂപ്പറാന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചാൽ എനിക്ക് സാധാരണ റൈസ് കഴിക്കുന്ന പോലെ തന്നെ തോന്നിയുള്ളായിരുന്നു. പക്ഷേ ഷവായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മാംഗോ സാലഡൊക്കെ ഉണ്ടായിരുന്നു, മാംഗോ ഒക്കെ ഇങ്ങനെ എരിഞ്ഞിട്ടിട്ട് അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് നല്ലതായിരുന്നു. പിന്നെ അവിടെ മയണൈസ് കൂടാതെ തന്നെ വേറെ 1-2 പുതിനയിലയുടെയും അല്ലാതെ ബീട്രൂട്ടിൻ്റെ ഒക്കെ സോസ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അതെല്ലായിടത്തും കണ്ടിട്ടില്ല, ഇത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. കണ്ടില്ലേ, ആ പച്ച കളർ സോസും ഉണ്ടായിരുന്നു, ഇത് ബീട്രൂട്ടിൻ്റെ ആണ്. അതുകൂടാതെ വേറെ ടൊമാറ്റോയുടെ സോസും ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് കഴിക്കുന്നതിൻ്റെയൊക്കെ. നമുക്ക് പരിചയക്കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മളൊരു മിൻറ്റ് ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഫുഡ് ഫുള്ള് നമ്മൾ കഴിച്ചിട്ടുണ്ട്, വേസ്റ്റൊന്നും ആക്കിയിട്ടില്ല. അങ്ങനെ അത് വന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മുഖം മാറി. എനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം മിഞ്ച് ഇങ്ങനെ അരച്ച് ആ ഒരു അരപ്പ് ഇങ്ങനെ ടേസ്റ്റ് എൻ്റെ വായിൽ കിട്ടുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മളവിടുന്ന് ഒരു മോമോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ വന്ന് കാറിൽ കയറി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുകയാണ്, ഇനി മോമോസ് കഴിക്കാൻ സ്ഥലമില്ലല്ലോ വയറ്റിൽ, എന്താ ചെയ്യുക? അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എന്നാലും നമുക്ക് 1-2 പീസ് ഒന്ന് ട്രൈ ചെയ്യാം, എന്നിട്ട് ബാക്കി പിന്നെ കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ മുന്നോട്ട് പോയി. മോമോസൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ചേക്കുവാണ് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ സോസ് വരുന്നില്ലായിരുന്നു. പക്ഷേ മോമോസ് കഴിച്ചപ്പോഴേ, ഞാൻ കഴിഞ്ഞ ഒരു മാസം വീട്ടിലിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു മോമോസ്. പക്ഷേ അന്നേരം ഞാൻ ഉണ്ടാക്കിയ ആദ്യം ഒരു ടേസ്റ്റിന് എനിക്ക് കിട്ടി. ഇത് സ്റ്റീംഡ് അല്ല, ഫ്രൈഡ് മോമോസാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാൽ കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. വീട്ടിലുണ്ടാക്കിയ അതേ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഫ്രെയിമാണ്, ഞാൻ പറഞ്ഞില്ലേ ഫ്രെയിം വാങ്ങാൻ വന്നെന്ന്. മുഖത്തെ സന്തോഷം കണ്ടില്ലേ ഗൈസ്, ബാഗ് നിറയെ സാധനങ്ങളുമായി. വാ. അങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നെ എന്നെ ബസ് സ്റ്റോപ്പിലോട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചു വണ്ടി എടുത്തു കേട്ടോ. അപ്പം ഞാൻ ആകാശം നോക്ക്, മഴയൊക്കെ മാറി ക്ലിയർ ആയിരിക്കുമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കിച്ചു ഫുഡ്? കൊള്ളാം. ഞാൻ ചിയാൻജിയിൽ ആദ്യമായിട്ടാണ് വരുന്ന കഴിക്കാൻ. നേരെ നോക്കണം, റോഡിൽ വണ്ടിയുണ്ട്. അപ്പം എനിക്ക് നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 5-6 മാസമായി. ഇപ്പം നമുക്കിപ്പോഴാണ് ആൽബം കാര്യങ്ങളൊക്കെ കൈ കിട്ടുന്നത്. അപ്പം അതുകൂടെ വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. വീട്ടിൽ ചെന്നിട്ട് ഞാനപ്പോൾ വിശദമായിട്ട് ആൽബവും ഫ്രെയിമൊക്കെ ഉണ്ട്, കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സൈനിങ് ഓഫ്. അവന് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഒന്ന് വന്നത് കൊണ്ട് എന്നെ തിരിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിലാക്കുവാണ്. ഇനിയും ബസ് കയറി പോകണം. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ വ്ളോഗ് എടുക്കുന്ന കാരണം നല്ല ചിരിയും ചമ്മലൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ സൗണ്ട് ഇഷ്ടമല്ല, അപ്പം ആ സൗണ്ടിൻ്റെ ഇൻസെക്യൂരിറ്റി എനിക്കുണ്ട്. കാണും വരെ ബൈ. അങ്ങനെ അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ കിച്ചുവിനെ ആക്കി തന്നെ ബസ് സ്റ്റോപ്പിൽ. കിച്ചുവിന് ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് കൊണ്ടുവിട്ടേനെ. അങ്ങനെ കിച്ചു വണ്ടി തിരിച്ചുകൊണ്ട് പോവാണ്. അവിടെയും ഞാൻ പിന്നെ കുറച്ചധികം നേരം നിന്നിട്ടാണ് എനിക്ക് ബസ് കിട്ടിയത്. ഞാൻ നന്നായിട്ട് വെയിറ്റ് ചെയ്ത് ബസ് കിട്ടി. അങ്ങനെ അതിലിരുന്നു. അത്യാവശ്യം ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി അൺകംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ഞാൻ ITBB ജംഗ്ഷൻ അങ്ങനെ വീടെത്തി ഗായ്സ്. ഈ കാണുന്ന ബ്ലൂ പെയിൻറ്റ് വീടാണ് എൻ്റെ. നിങ്ങൾ വീട് കാണണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ഹോം ടൂർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അറ്റ് ലാസ്റ്റ് സാധനങ്ങളൊക്കെ ആയി വീട്ടിലെത്തി. ഫ്രെയിം കാണിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതാണ് നമ്മുടെ ഫ്രെയിം. ഞാൻ ചാനലിൻ്റെ DP ആയിട്ടിട്ടേക്കുന്ന, ഞാനെപ്പോഴും ഫോണിൻ്റെ ക്യാമറ നോക്കി സംസാരിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ടും നോക്കുന്നത്. നമ്മുടെ ഫ്രെയിം കിട്ടി. ഏകദേശം എൻ്റെ ഇത്രയും സൈസുണ്ട് ഫ്രെയിമിന്. ഇതാണ് ഫ്രെയിമിൻ്റെ ലുക്ക്. കാണാമോ, ലൈറ്റ് അടിക്കുന്നോ എന്നൊക്കെയാണ് അറിയില്ല. നൈസായിട്ടുണ്ട് ഗൈസ്, നമുക്ക് ഇഷ്ടമായി. കവറിലൊക്കെ ആക്കിയാണ് തന്നിരിക്കുന്നത്. ഒന്ന് എടുക്കട്ടെ. ഇത് നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ ആയിരുന്നു. നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോയും കൂടെ നമുക്ക് ചെയ്ത് കുറച്ച് എക്സൈറ്റഡ് ആണ് ഞാൻ. ലോങ് ആയിട്ട് വെയിറ്റ് ചെയ്ത് കിട്ടിയത് കൊണ്ട് നമുക്ക് പിന്നെ ജസ്റ്റ് ഒരു സിംഗിൾ പേജ് കലണ്ടറുണ്ട്. നെക്സ്റ്റ് ഇസ് ആൽബം. ഇതാണ് ആൽബത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. തിരുവനന്തപുരത്തുള്ള ഒരു പിക്സോ എന്ന് പറയുന്ന പിക്സോ ഫിലിംസ് എന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ കാണാം. ഞങ്ങൾ അവരെയാണ് ഈ വർക്ക് ഏൽപ്പിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ അവർ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയാണ് നമ്മളവരെ ഏൽപ്പിച്ചത്. വർക്കൊക്കെ നന്നായിട്ടുണ്ട്. അത്യാവശ്യം 5-6 മാസത്തെ ഡിലേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു.
പക്ഷേ എനിക്ക് ആൽബം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം പേജസൊക്കെ ഗ്ലോസി ആയിട്ടുണ്ട്, ഗ്ലിറ്ററി എഫക്റ്റൊക്കെ 1-2 പേജ് കൊടുത്തിട്ടുണ്ട്, ക്വാളിറ്റിയൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് ഈ ലാസ്റ്റ് കൊടുത്തേക്കുന്നതൊക്കെ. നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. ചെറിയ ചില എഫക്ട്സൊക്കെ പേജുകളിലുണ്ട്. അപ്പോൾ അതാണ് ആൽബം. ഫസ്റ്റ് വ്ലോഗ് വിശേഷങ്ങൾ ഇത്രയാണ്. അതൊക്കെ ഇനി അങ്ങോട്ട് ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. കുറച്ച് ലിമിറ്റ്സ് ഉണ്ട് ചെയ്യുന്നതിന്, അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് ചെയ്ത് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.